അപ്പോൾ ഇതാണ് നീറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം കുട്ടികൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ സെർവർ വളരെ ബിസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇമേജുകൾ അപ്ലോഡ് ചെയ്യുക, പേയ്മെൻറ്റ് അടയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരും. നമുക്ക് എന്തെങ്കിലും ഒരു തിരുത്തണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു, പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് തിരുത്തലുകൾ ആവശ്യമാണെന്ന് വിദ്യാർത്ഥികൾക്ക് തോന്നിയാൽ അത് 9, 10, 11 തീയതികളിൽ വെബ്സൈറ്റുകൾ വഴി ചെയ്യാം. ഒന്നും NTA നമ്മളെ അറിയിക്കില്ല. നമ്മളായിട്ട് വന്നിരിക്കുന്ന തെറ്റുകൾ മാത്രമേ തിരുത്താനാവുള്ളൂ. ഏപ്രിൽ 25 നമ്മൾ എക്സാം സെൻറ്റർ കൊടുത്തിരിക്കുന്നതിനകത്ത് 3 ചോയ്സ് അല്ലേ കൊടുത്തേ. അതിനകത്ത് ഏത് ജില്ലയിൽ വെച്ചാണ് പരീക്ഷ എന്നുള്ളത് ഏപ്രിൽ 25 നമുക്കറിയാം. അപ്പം നമുക്ക് എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് ഏപ്രിൽ 25 ഡൗൺലോഡ് ചെയ്യാം. അത് എടുത്തു വെക്കേണ്ട ഒരു ഡോക്യുമെൻ്റൊന്നും അല്ല. പക്ഷേ എടുത്തു വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒന്ന് എടുക്കണം. നമ്മുടെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഒരു കുറവുണ്ടോ, ഇമേജുകൾക്ക് കുറവുണ്ടോ, ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു ഭാഗം ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കതൊന്ന് മനസ്സിലാക്കാം. നീറ്റ് എന്ന് പറയുന്നത് ഒരു പരീക്ഷ മാത്രമാണ്. പക്ഷേ നമ്മുടെ 95% അഡ്മിഷൻ നടക്കുന്നത് കേരളയുടെ വെബ്സൈറ്റ് വഴിയാണ്. MBBS ആയിക്കോട്ടെ, BDS ആയിക്കോട്ടെ, NRICT ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, വെറ്റിനറി ആയിക്കോട്ടെ, 95% അഡ്മിഷൻ നടക്കുന്ന കേരള വെബ്സൈറ്റ് വഴിയാണ്. അപ്പോൾ കേരളയുടെ ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 135ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. തീർച്ചയായിട്ടും നമ്മുടെ മാർച്ച് 7-ാം തീയതിയാണല്ലോ നമ്മുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ പിന്നീട് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടതുമുണ്ട്. അപ്പോൾ ശിവൻ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഈ ഒരു മാർച്ച് 7-ാം തീയതിക്ക് ശേഷമുള്ള ഒരു നീറ്റ് കാലഘട്ടത്തെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. നമുക്കറിയാം, നമ്മൾ മെയ് 4-ാം തീയതി നടക്കുന്ന നീറ്റ് എൻട്രൻസ് എക്സാമിനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനാണ് NEET.NTA.NIC.in എന്ന വെബ്സൈറ്റ് വഴി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ അപ്ലൈ ചെയ്യാനും പേയ്മെൻറ്റ് അടയ്ക്കാനും കൺഫർമേഷൻ പേജ് എടുക്കാനും ഒക്കെയുള്ള അവസരമാണ് മാർച്ച് 7-ാം തീയതി അവസാനിക്കുന്നത്. വീണ്ടും നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം കുട്ടികൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ സെർവർ വളരെ ബിസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇമേജുകൾ അപ്ലോഡ് ചെയ്യുക, പേയ്മെൻറ്റ് അടയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ആരെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കടമ്പ. അപ്പം ചിലരെങ്കിലും പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് കൺഫർമേഷൻ പേജ് എടുക്കാത്തവരുണ്ട്. പേയ്മെൻറ്റ് സക്സസ് ആയി, പക്ഷേ കൺഫർമേഷൻ പേജ് കിട്ടിയില്ല എന്ന് പറയാം. അങ്ങനെയൊക്കെ ഉള്ളവരുടെ വീണ്ടും ലോഗിൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് സക്സസ് ആയിരുന്നോ, കൺഫർമേഷൻ പേജ് ഡെവലപ്പ് ആയോ എന്നുള്ളതൊക്കെ നോക്കണം. അപ്പം ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 7-നുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം സ്വാഭാവികമായിട്ടും ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. കാരണം വീണ്ടും NTA അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇനി ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ 1-2 ദിവസം ചിലപ്പോൾ ചെയ്യുമായിരിക്കാം. അത് നമ്മൾ നോക്കരുത്. 7-ാം തീയതിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് പേഴ്സണലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, ഇപ്പം ആധാർ വെരിഫൈ ചെയ്ത വ്യക്തികളുണ്ട്, ചെയ്യാത്ത വ്യക്തികളുണ്ട്. അപ്പം ആധാർ വെരിഫൈ ചെയ്ത വ്യക്തികൾക്ക് അവരുടെ പേരൻസിൻ്റെയൊക്കെ വേണമെങ്കിൽ പേരിനകത്ത് വന്നിരിക്കുന്ന കറക്ഷൻസ് നടത്താം. ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സ് വേണേൽ ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് എക്സാം സെൻറ്റർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അഡീഷണൽ പേയ്മെൻറ്റ് അടയ്ക്കണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് എന്തെങ്കിലും ഒരു തിരുത്തണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു, പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് തിരുത്തലുകൾ ആവശ്യമാണെന്ന് വിദ്യാർത്ഥികൾക്ക് തോന്നിയാൽ അത് 9, 10, 11 തീയതികളിൽ വെബ്സൈറ്റുകൾ വഴി ചെയ്യാം. ഒന്നും NTA നമ്മളെ അറിയിക്കില്ല. നമ്മളായിട്ട് വന്നിരിക്കുന്ന തെറ്റുകൾ മാത്രമേ തിരുത്താനാവുള്ളൂ. പക്ഷേ ഒന്ന് ഓർക്കുക, എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റാണ് ഇത്. മെയ് 4-ാം തീയതിയിലത്തെ എക്സാമുമായിട്ട് മാത്രമേ ഈ വെബ്സൈറ്റിന് ബന്ധമുള്ളൂ. അപ്പം ആ എക്സാമിന് എന്തൊക്കെയാണോ പ്രാധാന്യം അതിനുള്ളതൊക്കെ തിരുത്താൻ അവർ അവസരം തരും. അതല്ലാത്തതൊന്നും, അതായത് പ്രാധാന്യമില്ലാത്ത ഇൻകത്തിൻ്റെ ഡീറ്റെയിൽ, അക്കാഡമിക് ഡീറ്റെയിൽസ് അങ്ങനെയുള്ളതൊന്നും തിരുത്താൻ അവസരം തരില്ല. അപ്പോൾ ഓർക്കുക, നമുക്ക് എഡിറ്റ് ചെയ്യാൻ അവസരം ഇല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അത് പ്രാധാന്യമില്ലാത്തതാണെന്ന് ഓർക്കുക. എഡിറ്റ് ചെയ്യാൻ അവസരം തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രാധാന്യമുള്ളതാണ്, നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ ലോഗിൻ ചെയ്ത് ചെക്ക് ചെയ്യുക. അപ്പോൾ തെറ്റുള്ളവർ മാത്രം വേണമെന്നില്ല. ഇനി തെറ്റൊന്നുമില്ല എന്ന് ഉറപ്പുള്ളവരൊന്നും ലോഗിൻ ചെയ്യേണ്ട നിർബന്ധമായിട്ട് എല്ലാവരും ലോഗിൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. കാരണം NTA നമ്മളെ ഒന്നും അറിയിച്ചിട്ടില്ല. നമുക്കായിട്ട് വന്നിരിക്കുന്ന തെറ്റുകൾ തിരുത്താനേ സമയമുള്ളൂ. എല്ലാവരും ചെയ്യണം നിർബന്ധമില്ല. പക്ഷേ ആർക്ക് വേണമെങ്കിലും ലോഗിൻ ചെയ്യാം. മാർച്ച് 9, 10, 11 തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തുക, പുതിയ കൺഫർമേഷൻ പേജ് അടയ്ക്കുക. ആ തെറ്റ് തിരുത്താനായിട്ട് പേയ്മെൻ്റ് ഒന്നുമില്ല.
തെറ്റ് തിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കാറ്റഗറി മാറ്റത്തിലോ അതല്ല എക്സാം സെൻറ്റർ വിദേശത്തോട്ട് മാറ്റിയ കാര്യത്തിലോ ഒക്കെ പേയ്മെൻറ്റ് അടയ്ക്കാനുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കുക, കൺഫർമേഷൻ പേജ് എടുക്കുക. ലോഗിൻ ചെയ്തു, തെറ്റുകളൊന്നും ഇല്ലെങ്കിൽ വെറുതെ ലോഗൗട്ട് ചെയ്താൽ മാത്രം മതി. ഒന്ന് ലോഗിൻ ചെയ്തെന്ന് വിചാരിച്ചൊന്നും ഒരു തെറ്റുമില്ല. അങ്ങനെ കറക്ഷൻ്റെ ഡേറ്റാണ് ഈ 3 ദിവസം. ഇതിന് ശേഷം നീറ്റിൻ്റെ വെബ്സൈറ്റ് വഴി പ്രത്യേകിച്ച് അപ്ഡേഷൻസ് ഒന്നും ഒരു ഏപ്രിൽ 15 വരെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മളെ വെബ്സൈറ്റിൽ നീറ്റിൻ്റെ വെബ്സൈറ്റിലൊന്നും ചെയ്യാനായിട്ടുണ്ടാവില്ല. ഏപ്രിൽ 15 കൂടിയൊക്കെ ഇമേജുകൾ, ഏത് ഇമേജുകളാണ് അവർ വെരിഫൈ ചെയ്യുന്നത്? ഫോട്ടോയും സിഗ്നേച്ചറും മാത്രം. പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറുമാണ് പരീക്ഷയ്ക്ക് പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് അത് മാത്രം NTA ചെക്ക് ചെയ്യും. അതിൽ ആവശ്യത്തിന് ക്ലാരിറ്റി ഇല്ല എന്ന് തോന്നുന്നു. അതിൻ്റെ ഡയമെൻഷൻ്റെ ഇമേജുകളോ അല്ലെങ്കിൽ ഇമേജുകളുടെ ഡയമെൻഷൻസോ, ഫോട്ടോയിൽ പേരുണ്ടോ, ആ പേരിനകത്ത് സ്പെല്ലിംഗ് ഉണ്ടോ, ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഫോട്ടോയുടെ ഡേറ്റ് ഒക്കെ കറക്റ്റാണോ, അതൊന്നും നോക്കില്ല. ക്ലാരിറ്റി ഉണ്ടോ, ആളെ തിരിച്ചറിയാൻ പറ്റുമോ, സിഗ്നേച്ചറിന് ആവശ്യത്തിന് വലിപ്പമുണ്ടോ, ബ്ലേഡാണോ, അത് മാത്രമേ നോക്കുകയുള്ളൂ. അങ്ങനെ ഇമേജുകൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഏപ്രിൽ 15 കൂടി നമുക്ക് ഇമേജ് ഡിസ്ക്രിപ്ഷൻസിൽ നിന്നും പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരും. അത് ഇൻഡിവിജ്വലായിട്ട് വരും, SMS വരും, ഇമെയിലും വരും. അത് ഇൻഡിവിജ്വലായിട്ട് വരുന്നവർക്ക് ലോഗിൻ ചെയ്യുകയും ഫോട്ടോ മാറ്റാനും സിഗ്നേച്ചർ മാറ്റാനുമുള്ള അവസരം വരും. ഇനി അങ്ങനെ ഇമേജ് വന്നില്ലെങ്കിൽ ആ സമയത്തൊക്കെ വെബ്സൈറ്റ് നോക്കുന്നത് നല്ലതാണ്. ഒരു ഏപ്രിൽ 15 കൂടി വെബ്സൈറ്റ് നോക്കുന്നത് നല്ലതാണ്. ഇമേജുകളിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് മാറ്റാം. അത് അവർ കണ്ടുപിടിച്ചിട്ട് ആണെങ്കിൽ മാത്രം, നമുക്കായിട്ട് മാറ്റാനാവില്ല. അങ്ങനെ അവരൊരു കറക്ഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇമേജ് മാറ്റാം. ഏപ്രിൽ 25 കൂടി നമ്മൾ എക്സാം സെൻറ്റർ കൊടുത്തിരിക്കുന്നതിനകത്ത് 3 ചോയ്സ് അല്ലേ കൊടുത്തേ, അതിനകത്ത് ഏത് ജില്ലയിൽ വെച്ചാണ് പരീക്ഷ എന്നുള്ളത് ഏപ്രിൽ 25 നമുക്കറിയാം. അപ്പം നമുക്ക് എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് ഏപ്രിൽ 25 ഡൗൺലോഡ് ചെയ്യാം. അത് എടുത്തു വെക്കേണ്ട ഒരു ഡോക്യുമെൻ്റ് ഒന്നും അല്ല. പക്ഷേ എടുത്തു വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒന്ന് എടുക്കണം. നമ്മുടെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഒരു കുറവുണ്ടോ, ഇമേജുകൾക്ക് കുറവുണ്ടോ, ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു ഭാഗം ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കതൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് വന്നാൽ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി ആണ്. എക്സാം ഡേറ്റ് മെയ് 4 എക്സാമിൻ്റെ ജില്ല ഏതാണ് അനുവദിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കും. വീണ്ടും മെയ് 1 അഡ്മിറ്റ് കാർഡ്, ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിറ്റ് കാർഡ് NEET.NTA.NIC.in എന്ന വെബ്സൈറ്റിൽ വരും. അത് 4-5 പേജുകളായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് പിന്നീട് അഡ്മിഷൻ്റെ സമയത്തും അലോട്ട്മെൻറ്റ് സമയത്തൊക്കെ നമുക്ക് ഈ അഡ്മിറ്റ് കാർഡ് വേണം. പരീക്ഷ എഴുതുന്ന അഡ്മിറ്റ് കാർഡ് എക്സാം സെൻറ്ററിൽ മേടിച്ച് വെക്കും, തിരിച്ചു തരില്ല. പിന്നീടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ആദ്യം എടുക്കുമ്പോൾ തന്നെ 2-3 എടുത്തെല്ലാം ഫില്ല് ചെയ്ത് വെക്കണം നിർബന്ധമൊന്നുമില്ല, അങ്ങനെ വേണേൽ എടുക്കാം. എന്താണെങ്കിലും ഒരു സെറ്റ് കോപ്പിയാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ 4-5 പേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ 1ാമത്തെ പേജ് നമ്മളുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് അതാണ് പ്രധാന അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. 2ാമത്തെ പേജ് വലിപ്പമുള്ള നമ്മുടെ ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, അത് ഒട്ടിക്കാനുള്ള പേജാണ്. അപ്പോൾ ഈ 1-2 പേജിനെയാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അത് മെയ് 1 മുതൽ നമുക്ക് അത് ഇന്ന ദിവസം എടുക്കാവുന്നതല്ല. മെയ് 1 തൊട്ട് 4 വരെ എപ്പോൾ വേണമെങ്കിലും എടുക്കാം. പിന്നീട് അഡ്മിഷന് വേണ്ടിയിട്ട് അത് പിന്നീട് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. 2024 ഇപ്പോഴും വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പം അത് വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്നു. മെയ് 4 നമ്മൾ എക്സാമിന് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് നീറ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം നീറ്റിൻ്റെ എക്സാമിന് ശേഷം ഒഫീഷ്യൽ ആൻസർ കീ വരുന്നു. നമ്മൾ തന്നെ എഴുതിയ നമ്മുടെ OMR വെബ്സൈറ്റിൽ വരുന്നു. അതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാം. ജൂൺ 14 നീറ്റ് റിസൾട്ട് വരുന്നു. അപ്പോൾ നീറ്റ് റിസൾട്ട് വരുന്നതോടുകൂടി ഈ വെബ്സൈറ്റ് NEET.NTA.NIC.in എന്ന വെബ്സൈറ്റിൻ്റെ എല്ലാ ഫംഗ്ഷനുകളും തീർന്നു. അവരുടെ ഡാറ്റാബേസ് MCCയുടെ സൈറ്റിലോട്ടും അതാത് സ്റ്റേറ്റുകളുടെ സൈറ്റുകളിലോട്ടും ഒക്കെ കൊടുത്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും അലോട്ട്മെൻറ്റ് നടപടികൾ. അപ്പോൾ ഇതാണ് നീറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സാറേ, നീറ്റിൻ്റെ സൈറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ കീമിൻ്റെ കാര്യത്തിലും തീർച്ചയായിട്ടും എനിക്കത് അല്പം കുറവാണോ എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അതാണ് പറഞ്ഞത്. നീറ്റ് എന്ന് പറയുന്നത് ഒരു പരീക്ഷ മാത്രമാണ്. പക്ഷേ നമ്മുടെ 95% അഡ്മിഷൻ നടക്കുന്നത് കേരളയുടെ വെബ്സൈറ്റ് വഴിയാണ്. MBBS ആയിക്കോട്ടെ, BDS ആയിക്കോട്ടെ, NRICT ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, വെറ്റിനറി ആയിക്കോട്ടെ, 95% അഡ്മിഷൻ നടക്കുന്ന കേരള വെബ്സൈറ്റ് വഴിയാണ്. അപ്പോൾ കേരളയുടെ വെബ്സൈറ്റിനാണ് അതല്ലെങ്കിൽ അതേ പ്രാധാന്യമെങ്കിലും കീം 2025 എല്ലാ വിദ്യാർത്ഥികളും കൊടുക്കണം. അപ്പോൾ ഈ ഒരു തുല്യമായ പ്രാധാന്യം കൊടുക്കേണ്ട കീം വെബ്സൈറ്റിലും ഒക്കെ ഏറ്റവും പ്രധാനമായിട്ടും പേരൻസും വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ടത് മാർച്ച് 10 ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്. നമുക്ക് പേയ്മെൻറ്റ് അടച്ച് കൺഫർമേഷൻ പേജ് എടുക്കാനും 5 കാര്യങ്ങൾ: ഫോട്ടോ, സിഗ്നേച്ചർ,
നാഷണാലിറ്റി, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കോപ്പി, നേറ്റിവിറ്റി കോപ്പി, ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ്, അങ്ങനെയുള്ളതെല്ലാം അപ്ലോഡ് ചെയ്ത് കൺഫർമേഷൻ പേ എടുക്കാനുള്ളത് മാർച്ച് 10-ാം തീയതിയാണ്. മാർച്ച് 15 വരെ നമുക്ക് ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് ഇത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാം. അങ്ങനെയുള്ള നോൺ ക്രിമിനൽ, EWS, SC ST, മൈനോറിറ്റി, NRI, എക്സ് സർവീസ്മാൻ, അങ്ങനെയുള്ളതെല്ലാം ആഡ് ചെയ്യാൻ മാർച്ച് 15-ാം തീയതി വരെ സമയമുണ്ട്. ഇതിന് ശേഷം നമ്മൾ നീറ്റിന് പറഞ്ഞതുപോലെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കേരളയ്ക്ക് ഇല്ല. പിന്നീടുള്ളത് എൻട്രൻസ് കമ്മീഷൻ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഏതാണ്ട് ഏപ്രിൽ 10 കാരണം ഏപ്രിൽ 24-ാം തീയതി കേരള എഞ്ചിനീയറിങ്ങിൻ്റെയും കേരള BPharmൻ്റെയും പരീക്ഷ നടക്കേണ്ടതുകൊണ്ട് ഓരോ വിദ്യാർത്ഥികളുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോട്ടോ, സിഗ്നേച്ചർ, ഈ 4 കാര്യങ്ങൾ എൻട്രൻസ് കമ്മീഷണർ ഏപ്രിൽ 10-നകം വെരിഫൈ ചെയ്യും. മെഡിക്കൽ ആണെങ്കിൽ പോലും എല്ലാ വിദ്യാർത്ഥികളുടെയും നോക്കും. അപ്പോൾ അതിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നമ്മൾ പേര് ടൈപ്പ് ചെയ്തു, പക്ഷേ 10-ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിൽ വേറെ പേരാണ്. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തു, പക്ഷേ 10-ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിലല്ല, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കോപ്പിയിൽ വേറൊരു ഡേറ്റ് ഓഫ് ബർത്താണ്. അതുപോലെ തന്നെ ഫോട്ടോ, സിഗ്നേച്ചർ, ഇവ ക്ലാരിറ്റി ഇല്ല. ഈ 4 കാര്യങ്ങളിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തതിലൊരു തെറ്റുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുകയും, നമുക്കായിട്ട് തിരുത്താനാവില്ല, നമ്മളെ അറിയിക്കുകയും ഏപ്രിൽ 10 അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരം തരികയും ചെയ്യും. ഫോട്ടോയും സിഗ്നേച്ചറും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് വഴി നമുക്ക് പുതിയത് അപ്ലോഡ് ചെയ്യാം. പേരിലും ഡേറ്റ് ഓഫ് ബർത്തിലും ആണെങ്കിൽ റിലവൻറ്റ് കോപ്പി ഒരിക്കൽ കൂടി നമുക്ക് ഇമെയിൽ ചെയ്ത് കൊടുത്ത് ഈ 4 കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാം. അതിനുശേഷം ഏപ്രിൽ 24-ാം തീയതി എഞ്ചിനീയറിങ്ങിൻ്റെയും BPharmൻ്റെയും പരീക്ഷയൊക്കെ നടക്കുന്നു. പിന്നെ മെയ് 4-ാം തീയതി നീറ്റ് എക്സാം നടക്കുന്നു. അതിന് കേരളയായിട്ട് തൽക്കാലം ബന്ധമില്ല. നീറ്റ് റിസൾട്ട് ജൂൺ 14-ാം തീയതി വരുന്നു. ജൂൺ 20 അല്ലെ ജൂൺ 25 കൂടിയൊക്കെ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ, റോൾ നമ്പറൊക്കെ നമ്മൾ കേരളയുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുത്ത് ജൂലൈ 5 അല്ലെ ജൂലൈ 10-ാം തീയതിയോടുകൂടി കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരുന്നു. അതാണ് ഇതിൻ്റെ ഒരു ഫ്ലോ. വീണ്ടും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റുകൾ MCC വഴിയും കേരള അലോട്ട്മെൻറ്റ് കീം വഴിയൊക്കെ നടക്കും. അത് നമുക്ക് ആ സമയത്ത് പറയാം. ഇതാണ് ഈ 2 വെബ്സൈറ്റിൻ്റെയും ഒരു നിലവിലുള്ള നടപടിക്രമങ്ങൾ എന്ന് ഓർത്തിരുന്നാൽ മതിയാകും. സാർ, ഇപ്പോൾ 4 കോഴ്സുകളാണല്ലോ നമ്മുടെ കീം എൻട്രൻസ് എക്സാമിനായിട്ടുള്ളത്. അതെ, നമ്മുടെ MBBS BDS ഉൾപ്പെടുന്ന മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, BPharm, BArc 4 കോഴ്സുകൾക്കാണ് ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ കീം 2025 വഴി കിട്ടുന്നത്. അപ്പോൾ സാർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്യാൻ ഒരു വിദ്യാർത്ഥിക്ക് സാധിച്ചില്ല? തീർച്ചയായിട്ടും ധാരാളം കുട്ടികളുണ്ട്. അപ്പോൾ അതിനി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും ഇതേ ആപ്ലിക്കേഷനിൽ തന്നെ മറ്റു കോഴ്സുകളും കൂടെ ആഡ് ചെയ്യാനായിട്ട് അവസരമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നീറ്റ് എഴുതുന്നുണ്ട്, പക്ഷേ നമ്മൾ കീം വെച്ചിരിക്കുന്ന എഞ്ചിനീയറിങ്ങിനും BPharmനുമാണ്. അതല്ല, നമ്മൾ മെഡിക്കലിൽ നിന്ന് വെച്ചു ഇപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് എക്സാം കൂടെ എഴുതണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ മാർച്ച് 10 മുതൽ 15 വരെയൊക്കെയുള്ള ഡേറ്റുകളിൽ കോഴ്സുകൾ, അത് ഡേറ്റ് കറക്റ്റ് അല്ല, ഡേറ്റ് എൻട്രൻസ് കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ അങ്ങനെ അവസരമുണ്ട്. മാർച്ച് 2-ാമത്തെ ആഴ്ചയിൽ നമുക്ക് ഏതാണ്ട് ഒരാഴ്ചയോളം സമയം തരും ഇതേ ആപ്ലിക്കേഷനിൽ കോഴ്സുകൾ ആഡ് ചെയ്യാനായിട്ടും. അതിന് വേണ്ടിയിട്ട് അഡീഷണൽ പേയ്മെൻറ്റ് വരുമല്ലോ. കോഴ്സുകൾ ആഡ് ചെയ്യുമ്പം പേയ്മെൻ്റ് അല്ല, ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസിൽ മാറ്റം വരും. അത് ചെയ്യാനായിട്ട് മാർച്ച് 2-ാമത്തെ ആഴ്ച സമയമുണ്ട്. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എല്ലാവർക്കും പേഴ്സണൽ മെസ്സേജുകൾ വരും. അതോടൊപ്പം തന്നെ നമ്മുടെ അലേർട്ടുകളും ഉണ്ടാവും. കോഴ്സുകൾ ആഡ് ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. സാർ, ഇപ്പോൾ അതുപോലെ തന്നെ ഈ പല റിസർവേഷൻസ് ഉണ്ടായിരുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരൊരു പക്ഷേ ആ ആപ്ലിക്കേഷൻ സമർപ്പിച്ച സമയത്ത് അവർ കൊടുത്തിരുന്നത് ഏതെങ്കിലും ഒരു റിസർവേഷൻ ആയിരിക്കും, പക്ഷേ പിന്നീടുള്ള സാധ്യതകളെക്കുറിച്ച് അവർ അറിഞ്ഞില്ല. കാരണം ഒരു റിസർവേഷൻ മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു അപ്ഡേഷൻസ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് പോവുകയും ചെയ്തു. അതെ, അപ്പോൾ ഇനി നമുക്കത് ആഡ് ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അത് പറഞ്ഞിരുന്നു. കേരളത്തിന് നമ്മൾ എന്താണ് അവിടെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെന്നുള്ളതിന് വലിയ പ്രാധാന്യമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മൈനോറിറ്റി, അല്ലെങ്കിൽ NRI, അല്ലെങ്കിൽ സ്പോർട്സ്, അല്ലെ NCC, അല്ലെ എക്സ് സർവീസ്മാൻ, അല്ലെ കമ്മ്യൂണിറ്റി റിസർവേഷൻ, നമ്മളത് കൊടുക്കാൻ മറന്നുപോയി എന്നുള്ളതിന് യാതൊരു കുഴപ്പവുമില്ല. നമ്മൾ മാർച്ച് 15-ാം തീയതിക്കുള്ളിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ NRI കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ NRI ഒന്ന് സെലക്ട് ചെയ്യാൻ മറന്നുപോയി. മാർച്ച് 15-ന് ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താലും നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യാം. മാർച്ച് 15-ാം തീയതിക്കുള്ളിൽ NRIയുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്താൽ മതി. മൈനോറിറ്റി എന്ന് കൊടുക്കാൻ മറന്നുപോയി, അവിടെ സെലക്ട് എസ് എന്ന് ഇനി നോ എന്ന് കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ഡോക്യുമെൻറ്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. മാർച്ച് 15 സമയമുണ്ട്. ഏതാണെങ്കിലും ഇപ്പം സ്പോർട്സിന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനില്ല. അപ്പോൾ ഇനി എങ്ങനെ സ്പോർട്സ് കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യും? നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, നമുക്ക് സ്പോർട്സ് കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? കേരളയുടെ ആപ്ലിക്കേഷൻ ഫോമും 11-12 പഠിച്ച ക്ലാസ്സിലെ സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും കൂടെ കൂട്ടി ഏപ്രിൽ 25 മുമ്പ് നമ്മൾ സ്പോർട്സ് കൗൺസിലിന് അയച്ചു കൊടുത്താൽ മതി.
അതുപോലെ തന്നെ ഇപ്പോൾ NCC നമ്മൾ സെലക്ട് ചെയ്യാൻ മറന്നുപോയി. NCCയുടെ സർട്ടിഫിക്കറ്റും കേരളയുടെ ആപ്ലിക്കേഷൻ ഫോമും കൂടെ ജില്ലാ NCC ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വെരിഫൈ ചെയ്ത് അതിൻ്റെ ആനുകൂല്യം കിട്ടും. അതുപോലെ തന്നെ PWD, ഇപ്പോൾ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി 40% ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് PWD എന്ന് വെക്കാൻ മറന്നുപോയി. അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവർക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ ജൂൺ ആദ്യത്തെ ആഴ്ചയിൽ തിരുവനന്തപുരം നഴ്സിംഗ് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന വെരിഫിക്കേഷനിൽ നേരിട്ട് ചെന്നാൽ മതി. ആ സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ നോക്കുകയും നമുക്ക് അർഹമായ PWD റിസർവേഷൻ എൻട്രൻസ് കമ്മീഷൻ അനുവദിച്ച് നൽകുകയും ചെയ്യും. അപ്പം ഏത് കാര്യങ്ങളും ചെയ്യാൻ കൃത്യമായിട്ടുള്ള സമയങ്ങളുണ്ട്. അതറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള കറക്റ്റ് ചെയ്യാൻ ടീം 2025 സാധിക്കും. സാർ, ഇപ്പോൾ ചില ആളുകൾ അവരുടെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു, അപ്പോൾ ഇപ്പോൾ അതൊരു അപാകതയായിട്ട് തോന്നുന്നുണ്ട്, അതിലൊരു തെറ്റുകൾ. തീർച്ചയായിട്ടും ധാരാളം വിദ്യാർത്ഥികൾ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ നേറ്റിവിറ്റിയുടെ കാര്യത്തിൽ കുട്ടി വിദേശത്ത് ജനിച്ചവരായിരിക്കും. അപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ അക്ഷയയുടെ ഓൺലൈനായിട്ട് കിട്ടിയതായിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നോൺ ക്രിമി ലെയർ, തഹസീൽദാരുടെ നോൺ ക്രിമി ലെയർ ആയിരിക്കും നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തു പോയി. EW സർട്ടിഫിക്കറ്റ് അറിയാതെ തഹസീൽദാരുടെ അപ്ലോഡ് ചെയ്തു പോയി. അങ്ങനെ സർട്ടിഫിക്കറ്റുകൾ മാറ്റി ചെയ്ത ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുമ്പോൾ അതിൽ കൃത്യത വരുത്തിക്കൊണ്ട് നമുക്ക് ഒന്നുകൂടെ ചെയ്യാനുള്ളൊരു അവസരമാണ്. നമുക്ക് രണ്ട് രീതിയിൽ, ഇപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ അറിയാതെ നമുക്ക് സർട്ടിഫിക്കറ്റ് മാറിപ്പോയെന്ന് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായി. നമ്മൾ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ അത് നമുക്ക് തെറ്റിപ്പോയത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ജൂൺ 15 നമ്മളെ എൻട്രൻസ് കമ്മീഷൻ നമ്മളെ അറിയിക്കുകയും എല്ലാ സർട്ടിഫിക്കറ്റുകളും എൻട്രൻസ് കമ്മീഷണർ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുകയും അതിലുള്ള അപാകതകൾ നമ്മളെ അറിയിക്കുകയും നമുക്ക് മാറ്റാൻ ധാരാളം സമയം അനുവദിക്കുകയും ചെയ്യും. അതൊക്കെ ജൂൺ ജൂലൈ മാസങ്ങളിൽ. ഈവൻ കാറ്റഗറി പോലും പുതിയതായിട്ടൊക്കെ അനുവദിക്കാൻ ആ സമയങ്ങളിൽ അനുമതി കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്തു പോയി, നമുക്ക് ആ സമയം വരെ നമുക്ക് ടെൻഷനാണ്, നമ്മൾക്ക് ഇത് അനുവദിച്ച് കിട്ടുമോ അനുവദിക്കുകയില്ലയോ എന്നൊക്കെയുള്ള പ്രാവരുതമുണ്ട്. അങ്ങനെ നമുക്ക് ഇപ്പം തന്നെ നമ്മൾ സമർപ്പിച്ചതിൽ നമുക്ക് തെറ്റാണെന്ന് തോന്നുകയും പകരം സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്, നോൺ ക്രിമിലെയർ എഡ്യൂക്കേഷൻ പർപ്പസിൻ്റെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, അല്ലെങ്കിൽ EWS വില്ലേജ് ഓഫീസറുടെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, അല്ലെങ്കിൽ നേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്കിപ്പോൾ വീണ്ടും ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പം നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റുകളുടെ താഴെ ധാരാളം ബ്രോസ് ബട്ടണുകളുണ്ട് അല്ലേ. ഇൻകം സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി, NRI, വിവിധ റിസർവേഷനുകളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഏതാണ്ട് 10ഓളം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ആവശ്യമില്ലാത്തത് ചെയ്യാനായിട്ട് ഇനി അവസരമുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കോളത്തിൽ നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അത് നമ്മുടെ ഡേറ്റയാണ്, ഓരോ വിദ്യാർത്ഥികളുടെയും ഒരു ഡാറ്റാബേസ് കളക്ഷനാണ് ആ ബ്രോസ് ബട്ടണുകൾ. അപ്പം റിലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. അതിപ്പോൾ അത് എൻട്രൻസ് കമ്മീഷൻ പരിശോധിച്ചോളും. ഇപ്പം വിദേശത്ത് ജനിച്ചൊരു കുട്ടിയാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അറിയാതെ വെച്ചുപോയി, അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ച കുട്ടി തന്നെയായിരുന്നു, പക്ഷേ ബർത്ത് സർട്ടിഫിക്കറ്റിന് പകരം അവിടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്തു പോയി. അപ്പം വേറൊരു കോളത്തിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ആ താഴെയുള്ള ഏതെങ്കിലും ഒരു കോളത്തിൽ റിലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും അത് എൻട്രൻസ് കമ്മീഷൻ പരിശോധിച്ച് നമ്മുടെ ഡാറ്റ അത് ക്ലിയർ ആക്കിക്കോളും. അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. സാർ, ഇപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഈ ചില ഓപ്ഷൻസ് അറിയാതെ കൊടുത്തിട്ടുണ്ടാവും. അതിപ്പോൾ PWD പോലുള്ള ഓപ്ഷൻസ്. അപ്പോൾ അത് ആപ്ലിക്കേഷൻ ഇല്ലാതായി പോകും, അതായത് റിജക്റ്റ് ആയി പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇല്ല, പലരും അതും ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പം NRI ആണെങ്കിലും അല്ലെങ്കിൽ OBC നോൺ ക്രിമിലെയർ ആയിരിക്കാം, ഇപ്പം ഈഴവയും മുസ്ലിമും ഒക്കെ ആണ്, പക്ഷേ നോൺ ക്രിമിലെയർ കിട്ടില്ല. പക്ഷേ അവർ കമ്മ്യൂണിറ്റി റിസർവേഷനകത്ത് ഈഴവാന്ന് വെച്ചു, നോൺ ക്രിമിലെയർ വെക്കാൻ അവർക്ക് സാധ്യത കിട്ടുകയില്ല. EWS അറിയാതെ വെച്ചു, പക്ഷേ EWS സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഇനി PWD എന്ന് വെച്ചു, PWD റിസർവേഷൻ കിട്ടില്ല. അപ്പം ആപ്ലിക്കേഷൻ മുഴുവൻ ക്യാൻസലായി പോകുമോ എന്ന് ചോദിക്കുന്ന ധാരാളം പേരുണ്ട്. ഒരിക്കലുമില്ല. എന്താണോ നമ്മൾ ക്ലെയിം ചെയ്തിരിക്കുന്നത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ക്ലെയിം മാത്രമേ നമുക്ക് റിജക്റ്റ് ആയി പോവുള്ളൂ. PWD എന്ന് വെച്ചു, നമുക്ക് PWD യഥാർത്ഥത്തിൽ നമുക്ക് അർഹതയില്ലായിരുന്നു, അല്ലെങ്കിൽ ജൂൺ 1 നമുക്ക് വെരിഫിക്കേഷൻ പോയിട്ട് നമ്മൾ പരാജയപ്പെട്ടു, ആ PWD എന്നുള്ളത് നമുക്ക് ക്യാൻസലായി പോകുള്ളൂ. യാതൊരു നമ്മുടെ ആപ്ലിക്കേഷൻ ജനറലായിട്ട് അവിടെ കിടക്കും. നോൺ ക്രിമിലെയർ നമ്മൾ അറിയാതെ മുസ്ലിം എന്ന് വെച്ചു, പക്ഷേ നമുക്ക് നോൺ ക്രിമിലെയറിന് അർഹതയില്ല, നമ്മൾ ക്രിമിലെയർ വിഭാഗമാണ്, നമ്മുടെ ആപ്ലിക്കേഷൻ ജനറലിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. EWS അതുപോലെ തന്നെ. സ്പോർട്സോ, ഇപ്പോൾ സ്പോർട്സ് ഒന്ന് സെലക്ട് ചെയ്തു, നമ്മൾ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കാനില്ലായിരുന്നു നമ്മുടെ കയ്യിൽ, ആ ഒരു ക്ലെയിം നഷ്ടപ്പെടുമെന്നല്ലാതെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. രണ്ട് രീതിയിലും, ഒന്ന് നമ്മൾ കൊടുത്തിട്ട് റിലവൻറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ നമ്മളെ ആദ്യം ഒന്ന് അറിയിക്കും, നമ്മുടെ ഇന്ന സർട്ടിഫിക്കറ്റ് ഇല്ല, നിങ്ങളത് വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. തിരിച്ച്
നമുക്ക് വെക്കാൻ മറന്നുപോയി. നമുക്ക് ഒത്തിരി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. സ്പോർട്സോ NCCയോ എക്സ് സർവീസ്മാനോ സർവീസ് ഡിഫൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വെക്കാൻ മറന്നുപോയി. നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി, നമുക്കത് കിട്ടും. അപ്പോൾ ഈ രണ്ട് രീതിയിലും കേരളയുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഓരോ വിദ്യാർത്ഥിക്കും ഏറ്റവും അനുകൂലമാണ്. സാർ, ഇപ്പോൾ 4 കോഴ്സുകളാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിലിപ്പോൾ എഞ്ചിനീയറിംഗ് ലക്ഷ്യം വെക്കുന്ന ഒരു വിദ്യാർത്ഥി മെഡിക്കലും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിന് പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിൽ, അത് എഴുതിയില്ലെങ്കിൽ ഇതിനെ ബാധിക്കുമോ? ഇല്ല, ഈ 4 കോഴ്സുകളും ഇൻഡിവിജ്വൽ തന്നെയാണ്. ഇപ്പോൾ ഒരു മെഡിക്കൽ ആസ്പിരൻ്റ് ആയിരുന്നു, അദ്ദേഹം എഞ്ചിനീയറിംഗും BPharm കൂടെ സെലക്ട് ചെയ്തു. പക്ഷേ ഏപ്രിൽ 24 പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ അത് മെഡിക്കലിനെ ബാധിക്കുകയില്ല. എഞ്ചിനീയറിംഗും BPharm ആബ്സെൻ്റ് എന്ന് കിടക്കുകയുള്ളൂ. തിരിച്ചും എഞ്ചിനീയറിംഗ് ആയിരുന്നു പ്രധാന പ്രയോറിറ്റി. നീറ്റ് എക്സാം എഴുതി, പക്ഷേ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് ആഡ് ചെയ്തില്ല. മെഡിക്കലിനകത്ത് പരിഗണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എഞ്ചിനീയറിംഗുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 4 കോഴ്സുകളും ഇൻഡിവിജ്വലാണ്. 4 റാങ്ക് ലിസ്റ്റും ഇൻഡിവിജ്വലാണ്. മറ്റൊന്നിനകത്ത് റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടെന്ന് വിചാരിച്ചോ, മറ്റൊന്ന് അഡ്മിഷൻ എടുത്തു എന്ന് തന്നെ വിചാരിച്ച്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞ് മെഡിക്കൽ ഇല്ലാതെ പോവുമോ? ഒരിക്കലും ഇല്ല. തിരിച്ചും മെഡിക്കൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിനീയറിംഗിലോട്ട് മാറാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറുകയൊക്കെ ചെയ്യാം. 4 ഇൻഡിവിജ്വലായിട്ടുള്ള റാങ്ക് ലിസ്റ്റുകൾ തന്നെയാണ്. നമ്മളാണ് പ്രിഫറൻസ് ഓർഡർ കൊടുക്കുന്നത്. ഏതിനാണ് നമുക്ക് പ്രാധാന്യം, മെഡിക്കലിനാണോ എഞ്ചിനീയറിങ്ങിനാണോ ആർക്കിടെക്ചറിനാണോ എന്ന് നമ്മളാണ് കൊടുക്കേണ്ടത്. അതനുസരിച്ചല്ലേ പ്രവേശനം കിട്ടുന്നത്. അപ്പം ഇത് തമ്മിൽ പരസ്പരം യാതൊരു ബന്ധവുമില്ല. 4 സെപ്പറേറ്റ് ആയിട്ട് 4 സാധ്യതകളല്ലേ, അത് വലിയ സാധ്യതകളാണ്. താനും മറ്റുള്ള കോഴ്സുകളും കൂടെ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. സർ, അതുപോലെ തന്നെ ഒരു ചോദ്യമാണ്, ഈ ഫീസ് ഇല്ലാതെ കേരളത്തിൽ പഠിക്കാൻ പറ്റുന്ന വിഭാഗക്കാർ ഏതൊക്കെയാണ്? അവർ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് എന്തെല്ലാമാണ്? ട്യൂഷൻ ഫീസ് ഒഴിവാക്കും. നമ്മളിപ്പോൾ ഫീസ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാകും, 1 രൂപ പോലും നമുക്ക് ചിലവില്ല എന്ന്. അങ്ങനെ വിചാരിക്കരുത്. ട്യൂഷൻ ഫീസാണ് നമുക്ക് ഒഴിവാകുന്നത്. ബാക്കി അടയ്ക്കുന്ന ജനറലുകാരിലെ ബാക്കിയുള്ളവർ അടയ്ക്കുമ്പോൾ ട്യൂഷൻ ഫീസും അടയ്ക്കും, ബാക്കിയുള്ള ചിലവുകളും അടയ്ക്കും. അപ്പം ഹോസ്റ്റല്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ബാക്കി വരുന്ന ചിലവുകളെല്ലാം എല്ലാവർക്കും അടയ്ക്കണം. ട്യൂഷൻ ഫീസാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ട്യൂഷൻ ഫീസ് ഒഴിവാക്കിയിരിക്കുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ധീവര വിഭാഗം, രജിസ്റ്റേർഡ് ഫിഷർമാൻമാരുടെ മക്കൾ, അതുപോലെ തന്നെ OEC വിഭാഗം, ജുവനൈൽ ഹോമിലോ അല്ലെങ്കിൽ അനാഥ മന്ദിരങ്ങളിലൊക്കെ താമസിക്കുന്ന അവിടുത്തെ റെസിഡൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ളവരൊക്കെ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ട്യൂഷൻ ഫീസിൽ നിന്ന് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട OEC വിഭാഗത്തിനൊക്കെ അത് ബാധകമാണ്. ധീവര വിഭാഗത്തിന്, SC ST അങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിനും എല്ലാത്തിൽ നിന്നും ട്യൂഷൻ ഫീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അവർ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ്, ഇപ്പം ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിലുള്ള OEC വിഭാഗമാണെങ്കിൽ അവർ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റും 6 ലക്ഷത്തിൽ താഴെ വരുമാനമുണ്ടെന്ന് കാണിക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റുമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് OBC ആയിട്ട് സീറ്റും കിട്ടും, ഒപ്പം ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. ധീവര വിഭാഗത്തിന് നോൺ ക്രിമിലെയർ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. അവർക്ക് ഇൻകമായിട്ട് ബന്ധമൊന്നുമില്ല. ഇൻകം എത്രയാണെങ്കിലും അവർക്ക് ഫീസ് ഇളവ് കിട്ടും. അപ്പോൾ ധീവര വിഭാഗത്തിന് നോൺ ക്രിമിലെയർ മാത്രം കൊടുത്താൽ മതി. പിന്നെ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്നതാണ് KN വിഭാഗം, കുടുംബി വിഭാഗവും കുശവൻ വിഭാഗവും, KU വിഭാഗവും KN വിഭാഗവും. അവരും നോൺ ക്രിമിലെയർ മാത്രം കൊടുത്താൽ മതി, അവർക്ക് ഫീസ് ഇളവ് കിട്ടും. രജിസ്റ്റേർഡ് ഫിഷർമാൻമാരുടെ മക്കൾ FM കാറ്റഗറി, ഏതിനാണെങ്കിലും ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റും. നമ്മൾ മത്സ്യബന്ധനത്തിൻ്റെ രജിസ്റ്റേർഡ് ഫിഷർമാൻ എന്നുള്ള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. അതിൻ്റെ ഫോർമാറ്റ് നമ്മുടെ ഡൗൺലോഡ് പെർഫോമയിലുണ്ട്. അതെടുത്തുകൊണ്ട് പോയിട്ട് രജിസ്റ്റേർഡ് ഫിഷർമാൻ ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ എല്ലാത്തിനും ഫീസ് ഇളവ് കിട്ടും. SC വിഭാഗവും ST വിഭാഗവും തഹസീൽദാരിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ എല്ലാ കോഴ്സുകൾക്കും ഫീസ് ഇളവ് കിട്ടും. അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിൽപ്പെടുകയും അതിൽ ഒരാളെങ്കിലും SC വിഭാഗമോ ST വിഭാഗമോ ആവുകയാണെങ്കിലും ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാകും. എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും അച്ഛനോ അമ്മയോ SCയോ STയോ ആവുകയും ആരെങ്കിലും ഒരാൾ ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് തഹസീൽദാരിൽ നിന്ന് ഹാജരാക്കി കഴിഞ്ഞാൽ അവർക്ക് സീറ്റ് കിട്ടുന്നത് ഒരുപക്ഷെ ജനറലായിട്ടായിരിക്കും, അല്ലെ OBC ആയിട്ടായിരിക്കും. പക്ഷേ ഫീസ് ഇല്ലാതെ പഠിക്കാം. അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SC വിഭാഗമോ ST വിഭാഗമോ ആയാൽ മതി. ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അവർക്കും ഫീസ് ഇളവ് കിട്ടും.
സർ, അതുപോലെ തന്നെ ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യകത അത് ആരൊക്കെ സമർപ്പിക്കണം എന്നുള്ളതൊന്ന് വ്യക്തമാക്കി തരാം. ഇപ്പം നമുക്കറിയാം, നമ്മുടെ കേരളയ്ക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായിട്ടും വരുമാനം കാണിക്കണം. ഓക്കെ. നമ്മുടെ ആനുവൽ ഫാമിലി ഇൻകം എത്രയാണ്, നമ്മുടെ റവന്യൂ, നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ്, നമ്മുടെ താലൂക്ക് ഏതാണ്, നമ്മുടെ പഞ്ചായത്ത് ഏതാണ്, അത് എല്ലാവരും കൊടുക്കണം. പക്ഷേ അതിൻ്റെ വേണ്ട ഡോക്യുമെൻറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ് സമർപ്പിക്കേണ്ടത് എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ല. മസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതല്ല ഇൻകം സർട്ടിഫിക്കറ്റ്. ആരൊക്കെ ചെയ്താലാണ് പ്രയോജനം? ഇപ്പം നമ്മൾ പറഞ്ഞു OEC വിഭാഗം 6 ലക്ഷത്തിൽ താഴേന്ന് കാണിക്കണമെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. എൻജിനീയറിങ്ങിനും B.Pharm-നും സ്വകാര്യ മേഖലയിലൊക്കെ വരുമാനം കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവുണ്ട്. എൻജിനീയറിങ്ങിന് അർദ്ധ സർക്കാർ കോളേജാണെങ്കിൽ 40,000 രൂപ ഫീസ്, സ്വകാര്യ മേഖലയിൽ 75,000 രൂപ 80,000 രൂപയൊക്കെയാണ് എൻജിനീയറിങ്ങിൻ്റെ ഫീസ്. അപ്പോൾ വരുമാനം കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് അവിടെ ഫീസ് ഇളവ് കിട്ടും. അതുകൊണ്ട് വരുമാനം കുറഞ്ഞവർ ഇൻകം സർട്ടിഫിക്കറ്റ് എൻജിനീയറിങ്ങിനും B.Pharm-നും നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യണം. അവർക്ക് ഫീ വേവർ സ്കീമിൽ ഉൾപ്പെടും. പക്ഷേ നിർഭാഗ്യവശാൽ മെഡിക്കലിന് ആ സ്കീം ഇല്ല. BPL വിഭാഗമാണെങ്കിൽ പോലും മെഡിക്കലിന് ഫീസ് കൺസെഷൻ എന്ന് പറയുന്നത് വരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയില്ല. അതുകൊണ്ട് ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് മെഡിക്കലിനെ സംബന്ധിച്ചോളം അല്ല. OEC വിഭാഗം മാത്രമേ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ഒരു നോൺ ക്രിമിനലുകാരോ ഒരു EWSകാരോ ഒരു ജനറൽ വിഭാഗക്കാരോ ഇൻകം സർട്ടിഫിക്കറ്റ് ആ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷേ ആനുവൽ ഫാമിലി ഇൻകം എല്ലാവരും പറയണം. അത് റഫായിട്ട് പറഞ്ഞാലും മതിയാകും. ബാക്കിയുള്ളവർ, വളരെ കുറഞ്ഞ ഇൻകം ഉള്ളവരും എൻജിനീയറിങ്ങിനും B.Pharm-നും അപ്ലൈ ചെയ്യുന്നവർ അത് അപ്ലോഡ് ചെയ്യുന്നത് വളരെ നല്ലതുമാണ്. സാർ, ഇപ്പോൾ ഇന്നലെയാണ് നമ്മുടെ CUET-യുടെ ഒരു ആപ്ലിക്കേഷൻ, തീർച്ചയായിട്ടും കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം 2025 UG പ്രോഗ്രാമിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പേരൻസിന് അതുകൂടി അറിയാനൊരു ആഗ്രഹമുണ്ടാകും, എന്താണ് CUET, അതിലൂടെ എന്തൊക്കെ ലഭിക്കുമെന്നുള്ളത്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് രാജ്യത്തെ 52 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട എൻട്രൻസ് ആണ്. അത് ഓൺലൈൻ പരീക്ഷയാണ്. നീറ്റ് എക്സാമിന് ശേഷം മെയ് 8 മുതൽ മെയ് 31 വരെ ഓൺലൈനായിട്ട് നടക്കുന്ന പരീക്ഷയാണ്. +1 +2 പഠിച്ച സബ്ജക്റ്റുകൾ 5 സബ്ജക്റ്റുകൾ വരെ ഒരു കുട്ടിക്ക് പരീക്ഷ എഴുതാം. കൂടാതെ ജനറൽ നോളജ്, ജനറൽ ടെസ്റ്റ് പേപ്പറും എഴുതാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ്, ജനറൽ ടെസ്റ്റ്, അങ്ങനെ ഏതെങ്കിലും 5 സബ്ജക്റ്റ് വരെ പരീക്ഷ എഴുതാം. എല്ലാം ഓൺലൈൻ പരീക്ഷകൾ തന്നെയാണ്. 3 എണ്ണം വരെ മിനിമം നമുക്ക് അറ്റൻഡ് ചെയ്യണം. ഇതിൻ്റെ സബ്ജക്റ്റുകളുടെ കോമ്പിനേഷൻ അനുസരിച്ചാണ് നമുക്ക് ഈ 52 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെയും ബാക്കിയുള്ള 200ഓളം സ്വകാര്യ യൂണിവേഴ്സിറ്റികളിലെയും ഒന്നെങ്കിൽ 3 ഇയർ അല്ലെ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് ഡിഗ്രി പഠിക്കാനായിട്ട് നമുക്ക് പ്രവേശനം കിട്ടുന്നത്. രാജ്യത്തെ ഈ എൻജിനീയറിംഗും മെഡിക്കലിനും ഒക്കെ അപ്പുറത്ത് ഏറ്റവും നല്ല പ്രൊഫഷണൽ ശാലകളിൽ, ഏറ്റവും നല്ല കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള മലയാളികൾ ധാരാളമായിട്ട് പഠിക്കുന്ന ഡൽഹിയിലും ഹൈദരാബാദിലും പോണ്ടിച്ചേരിയിലും ഇഫ്ലുവിലും ഒക്കെ പ്രവേശനം കിട്ടാനുള്ള സാധ്യതകളാണ് CUET. ഏറ്റവും കൂടുതലായിട്ട് അഗ്രികൾച്ചർ, ICAR യൂണിവേഴ്സിറ്റി. നമുക്കറിയാം കേരളത്തിലെ 4 കോളേജുകളിൽ അഗ്രികൾച്ചറിന് പ്രവേശനം കിട്ടുന്നത് 85% നീറ്റിൻ്റെ കേരള മെഡിക്കൽ റാങ്കിൽ നിന്നാണ്. കേരളത്തിലെ ഈ 4 കോളേജുകളിലെ 15% ഉൾപ്പെടെ ICAR-ൻ്റെ കീഴിൽ വരുന്ന മുഴുവൻ കോഴ്സുകൾക്കും 11 കോഴ്സുകളുണ്ട്. അഗ്രികൾച്ചറും ഹോർട്ടിക്കൾച്ചറും സെറികൾച്ചറും ഫുഡ് ടെക്നോളജിയും ബയോടെക്നോളജിയും ഉൾപ്പെടെയുള്ള 11 കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി CUET-യിൽ എഴുതിയിട്ട് ICAR കൗൺസിലിങ്ങിൽ അഡ്മിഷൻ എടുക്കുമ്പോഴാണ് ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ പ്രവേശനം നടക്കുന്നത്. CUET മാത്രമേ പരീക്ഷയുള്ളൂ കേരളത്തിന് പുറത്ത് അഗ്രികൾച്ചർ പ്രവേശനം കിട്ടണമെങ്കിൽ. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ വ്യക്തികൾക്ക്. പിന്നെ കൂടാതെ 1000-ൽ പരം കോഴ്സുകൾ, 4 ലക്ഷത്തിൽ പരം സീറ്റുകൾ. കേവലം ഈ നമുക്ക് അറിയാവുന്ന +1 +2 ടോപ്പിക്ക് വെച്ചിട്ട് നമ്മൾ പരീക്ഷ എഴുതിയാൽ മതി. മിനിമം ഇപ്പം നമ്മുടെ റിപ്പീറ്റൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ ലോങ് ടൈമോ ക്രാഷൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 300-350 മാർക്ക് കിട്ടുന്ന ആളാണെങ്കിൽ പോലും ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ ഒരു 95-97% സ്കോറോടുകൂടി നമുക്ക് CUET എഴുതാൻ സാധിക്കും. CUETക്ക് നമുക്ക് റിസൾട്ട് കിട്ടുകയും ഏറ്റവും ടോപ്പ് കോളേജിൽ പ്രവേശനം കിട്ടുമെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഇവിടുത്തെ പരീക്ഷകളിലോ നീറ്റിൻ്റെ പെർഫോമൻസൊക്കെ അല്പം കുറവാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എഴുതേണ്ട പരീക്ഷയാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. ലാംഗ്വേജ് പഠിക്കാം, ഫോറിൻ ലാംഗ്വേജ് പഠിക്കാം.
+1 +2 പഠിച്ച ഏത് സബ്ജക്റ്റാണ് പഠിച്ചതെന്ന് നോക്കാതെ നമുക്ക് ചേഞ്ച് ചെയ്യാം. എക്കണോമിക്സോ ബികോമോ ഏത് വേണമെങ്കിലും നമുക്ക് ഡിഗ്രി പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം വിദേശത്തോട്ട് നമുക്ക് പോകണമെങ്കിൽ പോലും ഇവിടുത്തെ എല്ലാം ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക് നല്ല വാല്യൂ ആണുള്ളത്. അപ്പം ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിലും ഒരു പ്രൊഫഷണൽ ടച്ചുള്ള കോളേജിൽ പഠിക്കണമെങ്കിലും ഒക്കെ CUET നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അധികം പ്രയോജനകരമാണ്. എല്ലാവരും നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് CUET 2025. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് മാർച്ച് 7-ാം തീയതി നമ്മുടെ നീറ്റ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ്. മാർച്ച് 10-ാം തീയതി കേരളായി. യെസ്. അപ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ നീറ്റ് ജേർണിയിൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഏറ്റവും പ്രധാനമായും എന്തൊക്കെ ശ്രദ്ധിച്ചിരിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലൊക്കെ കുറച്ച് ആശങ്കകളുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സമർപ്പിച്ചതുമൊക്കെയായി ബന്ധപ്പെട്ട്, അതെല്ലാം നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താറുമുണ്ട്. അതൊക്കെ കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ടാണ് ശിവൻ സാർ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതും. കോമൺ ആയിട്ട് എല്ലാ പേരൻസിനുമുള്ള സംശയങ്ങൾക്ക് വളരെ വ്യക്തമാക്കി തന്നെ ശിവൻ സാർ മറുപടി തന്നിട്ടുമുണ്ട്. പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഓരോരോ അപ്ഡേഷൻസ് വരുമ്പോഴും തീർച്ചയായിട്ടും നിരവധി ലൈവുകളും കാര്യങ്ങളും ഒക്കെയായി ശിവൻ സാർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഏറ്റവും ആധികാരികമായി നിങ്ങളിലേക്ക് വിവരം എത്തിക്കുന്ന ശിവൻ സാറിനും ബ്രില്യൻ ടീമിനുമൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കുക. നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. അപ്പോൾ ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.